എല്ലാവർക്കും കുട്ടി ചാനലിലേക്ക് സ്വാഗതം. ഒരു CDMA മെഷീനിൽ എങ്ങനെയാണ് കാശ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു CDMA മെഷീൻ അല്ലെങ്കിൽ ഒരു ATM മെഷീൻ വരുന്നത് പാലക്കാട് ലുലു മാളിനടുത്തുള്ള കണ്ണാടി പാത്തിക്കൽ ജംഗ്ഷനിലാണ്. അങ്ങനെ അധികം ആർക്കും ഈ ഒരു ATM മെഷീനെ കുറിച്ച് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ATM മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ ഈ ഒരു ATM മെഷീൻ ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ബാങ്കുകൾ, ഒരു 4 ബാങ്കുകളാണ് ഇവിടെ ഉള്ളത്: കാനറ, യൂണിയൻ, ആന്ധ്ര ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. പിന്നെ അതുപോലെ തന്നെ എത്ര രൂപ മുതലാണ് ഇതിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്, എത്ര രൂപ വരെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ നോട്ടുകളാണ് അതിൽ പറ്റുക എന്നുള്ളത് അതിന്റെ പുറത്തും അതിനകത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും, അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഒരു ATM കൂടിയാണ് ഈ പറയുന്ന ഹിറ്റാച്ചി കമ്പനിയുടെ ATM. അപ്പോൾ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ATM കുറച്ചും കൂടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് കറക്റ്റായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെ ബാങ്കാണെന്നുള്ളതും അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു CDM മെഷീനിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മളുടെ ATM കാർഡ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജ് സെലക്ഷന്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ആദ്യം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡിന്റെ പിൻ അടിക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ പിൻ അടിച്ചു കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വരുന്നത് ക്യാഷ് ഡെപ്പോസിറ്റ് ട്രാൻസാക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൺ അക്കൗണ്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടി അക്കൗണ്ട്, ഇത് രണ്ടിലേക്കും വേണമെങ്കിൽ നമുക്ക് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്, ഇപ്പോൾ ATM കൊടുത്തതുകൊണ്ട് എൻ്റെ പേരാണ് അവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അത് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ ആ ഒരു വിൻഡോ ഓപ്പൺ ആവും. നമ്മൾ കാശ് പ്രോപ്പറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. അതിനുശേഷം നമ്മൾ എത്ര രൂപയാണോ വെക്കുന്നത് അത് കൗണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് വന്നതിന് ശേഷം നമുക്ക് എത്ര രൂപയാണ് നമ്മൾ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കൺഫേം കൊടുക്കാം, ഇല്ല കൂടുതൽ ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് മോർ കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതൊന്നുകൂടി കൗണ്ട് ചെയ്യുന്ന ഒരു സൗണ്ട് വരുന്നതായിരിക്കും നമുക്ക്. അങ്ങനെ വന്നതിന് ശേഷം നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ റെസിപ്റ്റ് കിട്ടുന്നതായിരിക്കും. അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഡിനോമിനേഷൻ ഉണ്ടാവും. നമ്മൾ എത്ര രൂപ വെച്ചിട്ടുള്ളത്, 500 ആണോ 200 ആണോ 100 ആണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ ATM കാർഡ് എടുക്കാൻ പറ്റുന്ന ആ ഒരു ബീപ്പ് സൗണ്ട് വരും. അതിനുശേഷം നമ്മളുടെ ATM കാർഡ് നമ്മൾ അവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കൊരു CDMA മെഷീനിൽ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നമുക്ക് ഏത് ATM ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഓപ്ഷനുകൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് അത് ഏത് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കാശ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്കും ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ വേറൊരാളുടെ അക്കൗണ്ടിലേക്കും ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്തുള്ള എല്ലാ CDM മെഷീനിലും അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക്